ചേട്ടാ, കൊച്ചിയിൽ അതായത് പുതുവത്സരം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 2025 തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ 2025 തുടങ്ങിയപ്പോൾ തന്നെ പല രീതിയിലുള്ള, അതായത് കൊലപാതക കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തൃശ്ശൂരിൽ ഉൾപ്പെടെ. അതും പുതുവത്സരം ആഘോഷിക്കാനിരിക്കെ അങ്ങനെ ഒരു പുതുവത്സരം തുടങ്ങിയത് ഒരു കൊലപാതക മയത്തിലായിരുന്നു, പിന്നീട് അതിക്രമ മയത്തിലായിരുന്നു എന്നൊക്കെ പറയാം. ഇപ്പോഴിത് കൊച്ചിയിലും ഒരു റേപ്പ് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ചെന്നൈയിൽ ഇപ്പോഴും ബലാത്സംഗം, അതായത് ചെന്നൈയിൽ ഇപ്പോഴും ആ ഒരു പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊൽക്കത്തയിൽ RG കർ ബലാത്സംഗ കേസ്, അതിന്റെ പ്രതിഷേധവും ഇപ്പോഴും അണയാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു വിദ്യാർത്ഥിനി, അതായത് കേരളത്തിലെ കൊച്ചിയിൽ പീഡനത്തിനിരയായി പോലീസ് പ്രതിനെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി എന്ന് പറയുന്ന ആൾ, ഇയാൾ പോക്സോ കേസിൽ ഉൾപ്പെടെ, അതായത് നിരവധി കേസുകൾ ഇയാൾ പ്രതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? എന്തായാലും പുതുവത്സരവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ ജാഗ്രതയിലാണ് മുന്നോട്ട് പോയത്. കാരണം അതിനു മുൻപ് തന്നെ പല വാർത്തകളും നാം ശ്രദ്ധിച്ചിരുന്നു. ഈ ലഹരി മരുന്ന്, ഈ പുതുവത്സര ദിനം ലക്ഷ്യമിട്ട് ലഹരി മരുന്നുകൾ കേരളത്തിൽ എത്തിയതായുള്ള വിവരങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പോലീസ് അതിനാൽ തന്നെയാണ് വലിയ ജാഗ്രത. കാരണം ഈ മുൻപെല്ലാം അത്തരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഈ അമിത മദ്യപാനം മൂലവും മറ്റ് ലഹരി മരുന്നെല്ലാം ഉപയോഗിച്ച് ഈ പ്രത്യേകിച്ച് യുവാക്കളും യാത്ര ചെയ്യുകയാണല്ലോ, രാത്രി അമിത വേഗത്തിലെല്ലാം യാത്ര ചെയ്യുകയും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെല്ലാം മുൻപ് പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഈ ചെക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്രിസ്മസിന് പിന്നാലെ തന്നെ വലിയ ചെക്കിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുമ്പോൾ ഗോഡ്സ് ഔട്ട് കൺട്രിയാണ്. അത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സാമ്പത്തിക നിലതല നിൽക്കുന്നത്. അതിനനുസരിച്ച് തന്നെ വിദേശികൾ വലിയ രീതിയിൽ കേരളത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ജാഗ്രത പാലിച്ചിട്ടും തൃശ്ശൂരിലെ ഒരു കൊലപാതകം ഉണ്ടായി. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്നത്, ഒരു വിദ്യാർത്ഥിനിയെ ഈ ഫോർട്ട് കൊച്ചിയിൽ പുതുവത്സര ദിനത്തിൽ എത്തിച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വരുന്നത്. ഇത് മൂവാറ്റുപുഴ സ്വദേശിയാണ്. മൂവാറ്റുപുഴ സ്വദേശിയും ആ കുട്ടിയുമായി സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു ഇവർ ഈ ഫോർട്ട് കൊച്ചിയിലെത്തുന്നത്. പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുവാനാണ് വന്നത്. പിന്നീടാണ് ഈ കുട്ടി അവിടെ വച്ച് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്കറിയാം. മറ്റൊരു കാര്യം, ഈ പീഡനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു പീഡനവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഈ പുതുവത്സര ദിനം ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഞെട്ടിക്കുന്ന കാര്യം, ഈ പ്രതി ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ മുൻപും ഏർപ്പെട്ടിട്ടുള്ളതും ഈ സമാനമായ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൽ ഈ പ്രതിക്കെതിരെ മുൻപും പല കേസുകളുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അസ്കർ എന്ന് പറയുന്ന ഒരു യുവാവാണ്. ഈ യുവാവിനെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള കേസുണ്ട്. അന്ന് പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഈ കുട്ടിയുടെ പേരിലും കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ പ്രതിക്കെതിരെ ആ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കുട്ടിയെ അവിടെ എത്തിച്ച് ഈ പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ കുട്ടി വീട്ടിലെത്തിയതിനു ശേഷം ഈ സ്വഭാവത്തിന് മാറ്റമുണ്ടായപ്പോഴാണ് ഇവരുടെ രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ച് തിരക്കുകയും അപ്പോഴാണ് ഈ പ്രതി ഇത്തരത്തിൽ ലൈംഗികമായി ഈ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായുള്ള വിവരം വീട്ടുകാരെ അറിയുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമാണ് ചെയ്തത്. അതിനുശേഷം തന്നെ പ്രതിയെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിക്ക് മുൻപും ഇത്തരത്തിൽ ഒരു കുറ്റവാളിയാണ്. അതാണ് ഇതിൻ്റെ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നം. ഇതാണ്, ഒരു കുറ്റകൃത്യത്തിൽ ഈ പ്രതിയാവുകയാണ്. പക്ഷെ ഈ പ്രതി തന്നെ മറ്റും പല കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്ന തരത്തിൽ ഈ പ്രതിക്ക് ജാമ്യം നൽകുകയാണ്. അതെ, നേരത്തെ തിരുവനന്തപുരത്ത്, അതായത് മംഗലാപുരത്താണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു 60 വയസ്സുകാരിയായിട്ടുള്ള ഒരു അമ്മേനെ ഒരു പ്രതി, അതായത് ബലാത്സംഗത്തിന് ഇരയാക്കിയായിരുന്നു. അതായത് രാവിലെ അവർ പൂ പറിക്കാൻ പോയപ്പോഴായിരുന്നു ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ പ്രതി എന്ന് പറയുന്നത് കവർച്ചാ ശ്രമത്തിൽ ഉൾപ്പെടെ ഒരുപാട് കേസുകൾ ഈ പ്രതിക്ക് മേലുണ്ട്. എന്നിട്ടും ഇയാൾ ഒരു കൂസലുമില്ലാതെ, അതായത് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു, ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു, ഒരു കൂസലില്ലാതെയാണ് ഈ യുവതിയെ, അതായത് യുവതിയല്ല, ഒരു വൃദ്ധേനെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. അവർ ബലാത്സംഗം ചെയ്ത് ഉടനെ തന്നെ അവർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് ഈ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് മോഷ്ടിച്ചു. ആ ബൈക്ക് മോഷ്ടിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടുന്ന് ട്രെയിൻ കയറി രക്ഷപ്പെടുന്നു. വീണ്ടും ഇയാൾ തിരിച്ച് ഒരു കൂസലുമില്ലാതെ ഇയാൾ തിരിച്ച് പോത്തങ്കോട് വന്നിറങ്ങുന്നു. അവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അയാളെന്ന് പറയുന്നത് മറ്റ് കേസുകളിലും, പോക്സോ കേസും അല്ലാതെ തന്നെ പോക്സോ കേസും
മറ്റ് കവർച്ചാ കേസിൽ ഉൾപ്പെടെ ആയിട്ടുള്ള പ്രതിയാണ് ആ ഭിന്നശേഷിക്കാരിനെ ബലാത്സംഗത്തിനിരയായി കൊലപ്പെടുത്തിയത്. അങ്ങനെ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും ഈ പ്രതികൾക്ക് കൊടുക്കുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് എളുപ്പം തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോലീസിന്റെ കഴിവ് തന്നെ, മിടുക്ക് തന്നെ, അത് സമ്മതിക്കണം. എന്നിരുന്നാൽ കൂടി ഇങ്ങനെ നിയമം ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ടും ഈ പ്രതികൾ സമാനമായ കുറ്റകൃത്യങ്ങളല്ലേ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ പ്രതി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കോടതി നോക്കുന്നത് ഈ പൊതുജനം പറയുന്നതൊന്നുമല്ല, അവരുടെ മുന്നിൽ എന്താണ് തെളിവ്, അതിന്റെ അനുസരിച്ചാണ് ഈ കോടതിയുടെ നടപടികൾ ഉണ്ടാകുന്നത്. പല കേസുകളിലും ഈ പോലീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ അവർ ഹാജരാക്കാറില്ല. അത് എന്തുകൊണ്ടാണ്? കൈക്കൂലിയുമായി ബന്ധപ്പെട്ടാണോ, അതോ ഇവർക്ക് തെളിവ് ലഭിക്കാത്തതാണോ, കൃത്യമായ അന്വേഷണം നടക്കാത്തതാണോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷെ പല പ്രതികളും ഇത്തരത്തിലാണ് രക്ഷപ്പെടുന്നത്. കാരണം ഒരു കുറ്റകൃത്യം കഴിഞ്ഞാൽ പിന്നീട് അവിടെ കുറ്റപത്രം സമർപ്പിക്കണം. 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്ന് സമർപ്പിക്കുവാൻ കേരള പോലീസ് പലപ്പോഴും തയ്യാറായില്ല. അങ്ങനെയാണ് പല കൊലക്കേസിലെ പ്രതികൾക്കും പീഡനക്കേസിലെ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ച കൊണ്ടാണ്. കാരണം 90 ദിവസം ആയിട്ട് പോലും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുമ്പോൾ ആ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പല പ്രതികളും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഇത്തരം ഈ പൊതുനിരത്തുകളിൽ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുന്ന അത്തരം ക്രിമിനലുകൾ സ്വഭാവമുള്ള ആളുകളെ നിരീക്ഷിക്കാൻ എന്തായാലും പോലീസ് തയ്യാറാകില്ല. പണ്ട് ലോകത്തിൽ തന്നെ ഉള്ള ഒരു രീതിയാണ്. കാരണം പണ്ട് കേരള പോലീസിലും ആ രീതിയുണ്ട്. പക്ഷെ അതിലുണ്ടാകുന്ന വീഴ്ചയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു പ്രതി ഇത്തരം ഒരു പീഡന കേസിൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അറസ്റ്റിലാകുകയാണ്. പിന്നെ ജാമ്യം ലഭിക്കുകയോ അഥവാ പ്രതി പുറത്തിറങ്ങുകയോ ചെയ്ത പോലീസിന്റെ കൃത്യമായ നിരീക്ഷണം വേണം. പക്ഷെ അങ്ങനെയൊന്നും നിരീക്ഷണം നടത്തുവാനോ അതോടൊപ്പം തന്നെ ഈ പ്രതി ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ആകാനുള്ള ശ്രമം ഇവർ അറിഞ്ഞാൽ പോലും ഈ പോലീസ് ഒന്നും ഈ കാലത്ത് അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. അതെല്ലാം ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ടാണ് മുൻപ് തന്നെ ഇത്തരത്തിൽ പല കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ഈ പ്രതിക്ക് വീണ്ടും ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് അത് ഈ പുതുവത്സര ദിനത്തിലാണ്. എന്തായാലും അത് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം പുതുവത്സര ദിനം കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എല്ലാവരും കാരണം ഈ അവസാനമാണല്ലോ, ഒരു പുതുവർഷം തങ്ങളുടെ പുതുപ്രതീക്ഷകളുമായി വന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുള്ള. ആ പ്രതിക്ക് മുൻപും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതെന്തായാലും കേരളത്തിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലൊന്നും ചർച്ച നടക്കുന്നില്ല. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാലായിരിക്കും പൊതുസമൂഹത്തിൽ ശക്തമായ നിയമം വരുന്നത്, ആ സിസ്റ്റത്തിന് തന്നെ മാറ്റം വരുന്നത്. പ്രതിഷേധം ഉണ്ടായാലും ഇപ്പൊ നമ്മൾ ജിഷയുടെ ആ ഒരു കൊലപാതക കേസ് എടുത്താൽ തന്നെ അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതിഷേധം ഉണ്ടായിരുന്നു. അതായത് പിന്നീട് അയാൾക്ക് വധശിക്ഷ വിധിച്ചു. പിന്നീട് ആ കേസ് എങ്ങും എത്താതെ ജിഷയുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു അമീറുൽ ഇസ്ലാം മാത്രമല്ല മറ്റ് പ്രതികളും ആ കുട്ടിയെ പീഡിപ്പിച്ച് നശിപ്പിച്ചതിൽ മറ്റ് പ്രതികളുമുണ്ട്, അല്ലെങ്കിൽ അയാൾ മാത്രമല്ല കൂട്ടാളികളുമുണ്ട്, കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യണമെന്ന പല പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പിന്നെ എങ്ങും എത്താത്തൊരു സ്ഥിതിയായിരുന്നു. അതായത് ഓരോ ദിവസം ഓരോ വാർത്ത കിട്ടുമ്പോഴും മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അതിന് പിന്നാലെയാണല്ലോ. അപ്പോൾ ഈ കേസും അതുപോലെ ആയിരിക്കത്തില്ലേ? അല്ലെ, ആ നിയമത്തിന്റെ പ്രശ്നങ്ങളെ ജിഷയുടെ കേസുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാനല്ല, ഡൽഹിയിലെ കേസുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാനുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാരണം മുൻപെല്ലാം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് പീഡനം ഉണ്ടാകുമ്പോൾ ശക്തമായ നിയമമില്ലാതിരുന്നു. പിന്നീട് നിർഭയയുടെ ഡൽഹിയിൽ ബസ്സിൽ യാത്ര ചെയ്ത യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു വലിയ പ്രതിഷേധം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഏറ്റവും വലിയ പ്രതിഷേധമാണ് അന്ന് ഡൽഹിയിൽ ഉണ്ടായത്. അതിനുശേഷമാണ് ശക്തമായ നിയമങ്ങൾ ഉണ്ടായത്. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങളും പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ ഈ സിസ്റ്റത്തിനെല്ലാം മാറ്റം വരൂ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ശക്തമായ നിയമത്തിൽ അവർ ജയിലിൽ അടയ്ക്കപ്പെടട്ടെ, അല്ല ഈ തുറന്നുവിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. മുൻപ് ആ കേസിൽ ഈ പ്രതി ആദ്യത്തെ കേസിൽ നിരന്തരം അവിടെ ജയിലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമോ? അതല്ല, ഈ സംവിധാനത്തിന്റെ പല വീഴ്ചകളുമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആ ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത് ഇന്ത്യയിലും ആവർത്തിക്കും.